ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 11ാമത്തെ പാഠഭാഗമാണ് നോക്കുന്നത്, സബക്ക് 11. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? അതെ, തസ്വീറിൽ ഒരു വലിയ പേടുണ്ട് അല്ലേ? തസ്വീർ മേ ഏക് ബഡാ പേട് ഹേ. പേട് കെ നീച്ചെ കോൻ ഹേ? മരത്തിൻ്റെ താഴെ ആരാ ഉള്ളത്? പേട് കെ നീച്ചെ 2 പേരുണ്ട് അല്ലേ? ഏക ലടുക്ക ഓർ ഏക ലടുക്കി ഹേ. അവരുടെ അടുത്ത് ഇതാരാണ്? ഒരു അണ്ണാനുണ്ട് അല്ലേ? അണ്ണാനെ നമ്മൾ ഉറുദുവിൽ എന്താ പറയുക? ഗിൽഹരി എന്നാണ് പറയുക. എന്താ പറയുക? ഗിൽഹരി. അപ്പോൾ അവരുടെ അടുത്തൊരു അണ്ണാനും ഉണ്ട് അല്ലേ? അപ്പോൾ ആ അണ്ണാനെ നമ്മൾ സാധാരണയായിട്ട് മരത്തിന് മുകളിലാണ് കാണുക അല്ലേ? പക്ഷേ ഈ അണ്ണാൻ എന്താ അങ്ങനെ താഴെ ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്? എന്തായിരിക്കും കാരണം? ഒരുപക്ഷെ അവർ വളർത്തുന്ന അണ്ണാനായിരിക്കാം അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് താഴെ വീണതായിരിക്കാം. നിങ്ങൾ അണ്ണാനെയൊക്കെ വളർത്തുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ വളർത്തുന്ന സമയത്ത് ആ അണ്ണാനക്ക് സന്തോഷം ഉണ്ടാവൂ? ചിലവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? എന്താണെന്നറിയില്ല. ഈ അണ്ണാൻ എന്താ പറ്റിയെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, നോക്കൂ. ഷാനി ഓർ ഷിനു പൂൽ തോടത്തെ ചൽ രഹേ തെ. ഷാനിയും ഷിനുവും പൂക്കൾ പറിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ, പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഷാനിയും ഷിനുവും കൂടെ പൂക്കൾ പറിക്കാനായിട്ട് പൂന്തോട്ടത്തിൽ പോയതും ആ പൂക്കളെയൊക്കെ കണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ പൂലോം കി മെഹക്ക് എന്നുള്ള പാഠഭാഗം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഷാനിയും ഷിനുവും കൂടെ ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു? പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ പറിച്ച് നടക്കുകയായിരുന്നു. ഇങ്ങനെ നടന്ന് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത്തനെ മേ പാസ് കി ജാഡിയോ സേ ചിൽ ചിൽ കി ആവാസ് ആയി. അപ്പോഴേക്കും അടുത്തുള്ള ഒരു ചെറിയ മരം എന്ന് പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറ്റിക്കാട് എന്ന് പറയാം, ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ നിന്നും ചിൽ ചിൽ എന്ന് പറഞ്ഞുള്ള ശബ്ദം കേട്ടു. ചിൽ ചിൽ ആരുടെ ശബ്ദമാണ്? അതെ, അണ്ണാൻ്റെ ശബ്ദമാണ് അല്ലേ? ഗിൽഹരിയുടെ ശബ്ദമാണത്. ആവാസ് സുൻകർ ഷിനുനെ ജാക്കർ ദേക്ക. ശബ്ദം കേട്ട് ഷിനു പോയി നോക്കി. ഏക് നന്നി ഗിൽഹരി നീച്ചേ ഗിർ പടി ഹെ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള ആ ഭാഗം. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ചിൽ ചിൽ എന്നൊരു ശബ്ദം കേട്ടത്. നോക്കുമ്പോൾ എന്താണ്? ഒരു നന്നി ഗിൽഹരി, ഒരു ചെറിയ ഗിൽഹരി താഴെ വീണ് കിടക്കുകയാണ്. ഈ മരത്തിൽ നിന്ന് താഴേക്ക് വീണ് കിടക്കുകയാണ്. വോ ഉസേ ഉഠാനെ ലഗ. അവൻ എന്ത് ചെയ്തു? അതിനെ എടുക്കാൻ തുടങ്ങി. യേ ദേഖ് കർ ഷാനിനെ കഹ. ഇത് കണ്ട് ഷാനി പറഞ്ഞു, ഷിനു ഉസേ എന്നെ പക്കടോ. ഷിനു, അതിനെ എടുക്കരുത്. ബിച്ചാരിക്കോ ചോടുതോ. ആ പാവത്തിനെ വെറുതെ വിട്. ആവോ ഇതർ ബൈട്ടോ മേ ഏക് കഹാനി സുനാത്തി ഹും. വരൂ അല്ലേ, വാ ഇവിടെ, അല്ലെങ്കിൽ വരൂ ഇവിടെ ഇരിക്കൂ, ഞാൻ നിനക്കൊരു കഥ കേൾപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് നമ്മുടെ ഷിനുവും ചെയ്തത് അല്ലേ? എന്ത് ചെയ്തു? താഴെ വീണ് കിടക്കുന്ന അണ്ണാനെ കണ്ടപ്പോൾ എടുക്കാൻ. നമുക്കൊരു കൗതുകമാണ് അല്ലേ ഇങ്ങനെ കിടക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ കിടക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ പക്ഷിക്കുട്ടികൾ കിടക്കാറുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൂമ്പാറ്റകളെയും തുമ്പികളെയും ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലേ, നമുക്ക് പലതരത്തിലുള്ള കുസൃതികളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ മേലെങ്ങനെ തീർക്കും. നിങ്ങൾ ചെയ്യാറുണ്ടോ? അതൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ അങ്ങനെ ചെയ്യണ്ട എന്നാണ് നമ്മുടെ ഷാനി പറഞ്ഞത്. അതെന്തായിരിക്കും കാരണം? അവൾ എന്തോ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമ്മളോടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഷാനി പറഞ്ഞ കഥയുടെ പേരെന്താണ്? അപ്നാ ഘർ പ്യാരാ ലഗ്താ ഹെ. എന്താണ്? അപ്നാ ഘർ പ്യാരാ ലഗ്താ ഹെ. എന്താണ് ഈ ഘർ? ഘർ എന്ന് പറഞ്ഞാൽ വീടാണല്ലേ? അപ്നാ ഘർ പ്യാരാ ലഗ്താ ഹെ എന്ന് വെച്ചാൽ എന്താണ്? അപ്പന എന്ന് പറഞ്ഞാൽ തൻ്റെ, സ്വന്തം എന്നൊക്കെയുള്ള അർത്ഥമൊക്കെ വരും അല്ലേ? അപ്പോൾ സ്വന്തം വീട് മനോഹരമായി തോന്നുന്നു, അല്ലെങ്കിൽ സ്വന്തം വീട് പ്രിയപ്പെട്ടതാകുന്നു എന്നുള്ള അർത്ഥമാണ്. സ്വന്തം വീട് പ്രിയപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ, സ്വന്തം വീട് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമുക്ക് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തന്നെയല്ലേ ഏറ്റവും പ്രിയപ്പെട്ടത്? നമ്മൾ എവിടെ പോയാലും നമുക്കറിയാം, എത്ര സൗകര്യമുള്ളവിടെ പോയാലും നമുക്ക് നമ്മുടെ വീട്
അതിൻ്റെ ഒരു ഫീൽ വേറെ എവിടെ നിന്നും കിട്ടില്ല അല്ലേ. നമ്മൾ പലപ്പോഴും ടൂറ് പോകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അവിടെ പോയി ചിലപ്പോൾ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാറുണ്ട്, എല്ലാം ചെയ്യും അല്ലേ. നമ്മുടെ വീട്ടിൽ സാധാരണ നമുക്ക് എപ്പോഴും ഇരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോയാൽ മതി, ടൂറ് പോയാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഒരാഴ്ച അതല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ നമ്മൾ അടുപ്പിച്ചൊരു ടൂറ് പോയെന്ന് വിചാരിക്കൂ, നമുക്ക് തീർച്ചയായിട്ടും ആ ടൂറ് മടുക്കും. പകരം നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മളുടെ വീട് എത്ര ചെറുതാണെങ്കിലും ശരി, ആ വീട്ടിലേക്കൊന്ന് എത്തി അവിടെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാറില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. സ്വന്തം വീട് പ്രിയപ്പെട്ടതാണ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അല്ലെങ്കിൽ അവനവൻ്റെ വീട് പ്രിയപ്പെട്ടതാണ് എന്നുള്ള സ്വന്തം വീട് പ്രിയപ്പെട്ടതാണ്. അപ്പന എന്ന് പറഞ്ഞാൽ സ്വന്തം അല്ലെങ്കിൽ അവനവൻ്റെ എന്നുള്ള അർത്ഥം. നോക്കൂ, എന്താ പാഠം നോക്കാം. ചൂം 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 ചൂം, ഇതാര ശബ്ദമാണ്? അപ്പോഴേ നമ്മൾ കേട്ടത് ചിൽ 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 എന്നാണ്. ചിൽ ചിൽ ഗിൽഹരിയുടെയാണ്. ചൂം ചൂ എന്നുള്ളത് ആരുടെയാ? പക്ഷിക്കുട്ടിയുടെയാണ് അല്ലേ, പക്ഷികളുടെയാണ്. ആവാസ് സുൻകർ നീലു ഓർ ബബ്ലു ഇധർ ഉധർ ജാഗ്നെ ലഗ. ആവാസ് കേട്ടിട്ട്, ഈ ശബ്ദം കേട്ടിട്ട് നീലുവും ബബ്ലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? എത്തി നോക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ കഥയിലെ കഥാപാത്രങ്ങൾ നീലും ബബ്ലും ആണ് കേട്ടോ. നീലും ബബ്ലും ശബ്ദം കേട്ട് ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങി. ദേഖാ കി ചോട്ടേ പേട് പർ ഏക് ഗോൻസല ഹേ. നോക്കുമ്പോഴെന്താ കണ്ടത്? നോക്കുമ്പോണ്ട് ചെറിയ മരത്തിൽ ഒരു കൂട് അല്ലേ. നോക്കുമ്പോൾ എന്താണ്? ചെറിയ മരത്തിലൊരു കൂട്. ജിസ്മേ നന്നി മുന്നി ദോ ചിടിയാത്തി. അതിൽ ചെറിയ 2 കുട്ടിക്കിളികളും ഉണ്ടായിരുന്നു. നന്നി ചിടിയോം കോ ദേഖ് കർ ദോനോ ബഹുത്ത് ഖുഷ് ഹുയേ. നന്നി ചിടിയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ നന്നി ചിടിയകളെ കണ്ടപ്പോൾ 2 പേരും വളരെയധികം സന്തോഷിച്ചു. ഖുഷ് ഹുയേ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു. ചിടിയോം എന്ന് പറഞ്ഞാൽ പക്ഷികൾ, നന്നി മുന്നി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എന്നുള്ള അർത്ഥമാണ്. കണ്ടില്ലേ? ഇതാ നമ്മുടെ ബബ്ലുവും നീലും ആണല്ലേ. ബബ്ലുവും നീലും കൂടെ ഗോൻസലയിൽ ഒരു 2 കുഞ്ഞി കിളികളെ കണ്ടു. ആ കിളികളെ കണ്ട് അവരെന്ത് ചെയ്തു? ഖുഷ് ഹുയെ, അവർ സന്തോഷിച്ചു. ആ ചിത്രമാണിതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കൂ, ഇവരെന്തോ പറയുന്നുണ്ട് അല്ലേ. കിളികളോട് എന്തൊക്കെയോ പറയുന്നില്ലേ? കൈയൊക്കെ കാണിച്ച് വിളിക്കുകയാണ് തോന്നുന്നുണ്ട് അല്ലേ, സ്വന്തം വീട്ടിലേക്ക് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിളിക്കുട്ടികൾ എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെ തിരിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? അപ്പോൾ എന്താ അവർ പറയുന്നത് നോക്കാം. നോക്കൂ, ബബ്ലു ने सोचा कि घोंसले के तिनके नन्ही चिड़ियों को चबते होंगे. ബബ്ലു വിചാരിച്ചു ഘോൻസലയിലുള്ള ആ ചെറിയ കമ്പുകൾ എന്ത് ചെയ്യും? ഈ കിളിക്കുട്ടികളിലെങ്ങനെ ചുബ്തേ ഹോങ്കെ, കുത്തുംന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൂടുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കെട്ടുന്ന പോലെ ഇഷ്ടികയൊക്കെ ഉപയോഗിച്ച് സിമൻ്റൊക്കെ വെച്ച് മണലൊക്കെ വെച്ച് ടൈലൊക്കെ ഇട്ടിട്ടുള്ള വീട്ടിലാണോ നമ്മുടെ പക്ഷികൾ താമസിക്കുന്നത്? അതല്ല അല്ലേ. അങ്ങനെയല്ല. അവർ താമസിക്കുന്നത് എവിടെയാണ്? അവരെങ്ങനെയാണ് താമസിക്കുക? അവർ കമ്പുകളും അതുപോലെ തന്നെ ചെറിയ നാരുകളും പഞ്ഞികളും അല്ലേ, അതൊക്കെ കൊണ്ടുള്ള കൂട്ടിലാണ് അവർ താമസിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നാറുണ്ട് അല്ലേ, അതിങ്ങനെ വളരെ മിനുസമായിട്ടൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. നാര് കൊണ്ടുള്ള കൂടുകളുണ്ടാവും, അതല്ലാതെ കമ്പുകൾ കൊണ്ടുള്ള കൂടും ഉണ്ടാവും അല്ലേ. കമ്പുകളൊക്കെ ഇങ്ങനെ ഇടയിലുണ്ടാവും. അപ്പോൾ ബബ്ലു വിചാരിച്ചു ഈ ചെറിയ ചെറിയ കമ്പുകളൊക്കെ എന്ത് ചെയ്യും? ഈ കിളികളിനെ ഇങ്ങനെ കുത്തുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് എന്ത് ചെയ്തത്, ഈ ശബ്ദം അല്ലേ ഇങ്ങനെ ചൂം ചൂംന്ന് നിലവിളിച്ചത്. ഗർമി ഓർ സർദി ഉനെ പരേഷാൻ കർത്തി ഹോങ്കി. ഗർമിയും സർദിയുമൊക്കെ അഥവാ വേനലും തണുപ്പുമൊക്കെ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടാവും. ബബ്ലു ने कहा क्यों न हम उनको अपने घर ले चलें. എന്താ പറഞ്ഞത്? നമുക്ക് ഈ പക്ഷികളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇതുകളെ കൊണ്ടുപോകാം. ഓ നരം നരം ബിസ്തർ പർ സുലായേം. എന്നിട്ടോ നല്ല മൃദുലമായ ബിസ്തറിൽ കിടക്കയിൽ കിടത്താം അല്ലേ. നമുക്ക് ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? നല്ല മൃദുലമായിട്ടുള്ള ബിസ്തറിൽ കിടത്താം. ഹാ ബബ്ലു ജരൂർ നീലുനെ കഹ. നമ്മുടെ ഷാനീനെ പോലെ ആയിരുന്നില്ല കേട്ടോ ഇവിടുത്തെ നീലു എന്താ പറഞ്ഞത്? ഹാ അല്ലേ, ശരി ബബ്ലു, തീർച്ചയായിട്ടും നീലു പറഞ്ഞു. ബബ്ലുനെ ഹാത്ത് ബഡായ. ബബ്ലു എന്ത് ചെയ്തു? കൈ നീട്ടി. നന്നി ചിടിയോ ചൂ ചൂ കർക്കെ രോനെ ലഗേ. നന്നി ചിടിയകൾ ചൂച്ചൂ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി.
എന്തിനായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക? ആ, പേടിച്ചിട്ടാണ് അല്ലേ? പേടിച്ചിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ജീവിനെ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്ന സമയത്ത് അത് നിലവിളിക്കാറില്ലേ? അതേപോലെ ഇവരെന്ത് ചെയ്യാണ്? ഇവരിങ്ങനെ കൈനീട്ടിയപ്പോൾ, ബബ്ലു ഇങ്ങനെ കൈനീട്ടിയതും ഈ ചിടികൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ബബ്ലു പറയാണ്, ഡരോ മത്, മേ തുമേ ഗർ ലേ ജാക്കർ ആരാം സേ രഖൂങ്ക. ബബ്ലു ബോല, ഡരോ മത്, അല്ലേ? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യാം, നല്ല സുഖമായിട്ട് കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളത് ഉണ്ടാക്കിത്തരാം, അല്ലേ? ബിസ്തറിൽ കൊണ്ടുപോയിട്ട് കിടത്താന്നൊക്കെയല്ലേ പറഞ്ഞത്. അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളെ താമസിപ്പിക്കാം. ബബ്ലു പറഞ്ഞു. യേ സുൻകർ ചിടിയ ബോലി, ഇത് കേട്ട ചിടിയ പറഞ്ഞു, ശുക്രിയ, തും ബഹുത് അച്ഛേ ഹോ, നന്ദി, നീ വളരെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ലതാണ് അല്ലേ? നല്ലവരാണ്. ലേക്കിൻ ഹമേ അപ്നാ ഹി ഘർ പ്യാരാ ലഗ്താ ഹേ, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടാണ് പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടാണ് ഇഷ്ടം. മാനെ ഹമാരേ ലിയേ പരോം കാ നരം നരം ബിസ്തർ തയ്യാർ കിയാ ഹേ, അമ്മ ഞങ്ങൾക്കായിട്ട് അവരുടെ പരോം അഥവാ ചിറകുകൾ കൊണ്ട് എന്ത് ചെയ്യും? നല്ല മൃദുലമായിട്ടുള്ള ബിസ്തർ ഉണ്ടാക്കിത്തരും. ഹമാരാ ഘർ ബഹുത് ബഡാ ഹേ, ജോ തുമേ ഗർമി ഓർ സർദി സേ ബച്ചായേഗ, നീലു നേ കഹ. അത് കേട്ട നീലു പറയാണ്, ഞങ്ങളുടെ വീട് വളരെ വലുതാണ്, അത് നിങ്ങളെ ഗർമിയിൽ നിന്നും സർദിയിൽ നിന്നും ഒക്കെ രക്ഷിക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ ചിടിയകൾ എന്താ പറയുന്നത്? ഹാ തും ടീക് കഹത്തെ ഹോ, സബ്കോ അപ്നാ അപ്നാ ഘർ പ്യാരാ ലഗ്താ ഹേ. അതെ അല്ലേ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എല്ലാവർക്കും അവനവൻ്റെ വീടാണ് പ്രിയപ്പെട്ടത്. എന്നുവെച്ചാൽ അവർ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ വീട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് വളരെ വലുതാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അല്ലേ? അത് നിങ്ങളെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിലൂടെ നീലു എന്താ പറയുന്നത്? അവളുടെ വീട് ഏറ്റവും നല്ല സ്ഥലമാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ സമർത്ഥിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചിടിയകൾ പറഞ്ഞു കൊടുക്കുകയാണ്, അതെ, എല്ലാവർക്കും അവനവൻ്റെ വീട് തന്നെയാണ് വലുത്. നീലുവിനും ബബ്ലുവിനും അവരുടെ വീട് വളരെ പ്രിയപ്പെട്ടതായതുപോലെ ഇവരുടെ വീട് ചെറുതാണെങ്കിലും ഈ ചിടിയകൾക്ക് അവരുടെ വീടാണ് എന്ത് വലുത്. ഹമേ ഗോൻസലേ മേഹി രഹ്നേ ദോ, ചിടിയോ നേ കഹ, ഞങ്ങളെ ഈ കൂട്ടിൽ തന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കൂ, ചിടിയകൾ പറഞ്ഞു. അപ്പോൾ ഈ നീലുവിൻ്റെയും ബബ്ലുവിൻ്റെയും ഈ ചിടിയകളുടെയും പാഠഭാഗത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വലിയ ആശയമാണ് വെക്കുന്നത്. എന്ത് ആശയമാണ് തരുന്നത്? ഇതിൽ ഒന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും അവനവൻ്റെ വീട് തന്നെയാണ് പ്രിയപ്പെട്ടത്, അല്ലേ? അവനവൻ്റെ വീടാണ് അവനവൻക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഈ ചിടിയകളെ കഥാപാത്രമാക്കിയത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ തത്തമ്മേനെയും ചെറിയ ചെറിയ കിളിക്കുട്ടികളെയും പ്രാവിനെയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വളർത്താറുണ്ട്, അല്ലേ? പക്ഷേ നമ്മൾ ഒരിക്കലും അവരുടെ ആ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ വിചാരിക്കും, ഇവർക്ക് ഞാനിവിടെ ചോറ് കൊടുക്കുന്നുണ്ടല്ലോ, പഴം കൊടുക്കുന്നുണ്ടല്ലോ, വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ, കൂട് കൊടുക്കുന്നുണ്ടല്ലോ, അല്ലേ? എല്ലാം കൊടുക്കുന്നുണ്ട്, ഞാനതിനെ എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഒക്കെ ചിന്തിക്കാറുണ്ട്, അല്ലേ? പക്ഷേ അതിന് ആവശ്യമായ സ്വാതന്ത്ര്യമോ അതിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സുഖം, ആ അമ്മയുടെ ആ ഒരു എന്താ പറയുക, പറഞ്ഞില്ലേ, ചിറകുകൾക്കടിയിലുള്ള ആ ഒരു കിടക്ക, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരാൾക്കും ഒന്നിനും പകരമാവാൻ കഴിയില്ല. എല്ലാവർക്കും അവനവൻ്റെ വീട് തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ നമ്മളിനി ഏതെങ്കിലും ഒരു ജീവിയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആലോചിക്കുക, അവരുടെ വീട്ടിലും അവർക്കും അച്ഛനും അമ്മയും അവർക്കും വീടൊക്കെ ഉണ്ട്, അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും അവർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിൽ അവരുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഒരിക്കലും നമ്മൾ എന്ത് കൊടുത്താലും അതിനൊന്നും പകരമാവില്ല. അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ എത്ര കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അവനവൻ്റെ വീടാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിന് പകരമായിട്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ചിലർ വീട് വിട്ടു പോകുന്നവരുണ്ട് കേട്ടോ. അവരോടത്തും കൂടി പറയാണ്, എവിടെ പോയാലും നമ്മുടെ വീട് തന്നെയായിരിക്കും.
വീട്ടിൽ ഒരാൾ എന്തെങ്കിലും ചീത്ത പറയുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി പോവുക, അങ്ങനെയൊക്കെ ചെയ്താലും അതൊന്നും ഒരിക്കലും എന്തല്ല, ശാശ്വതമല്ല. അതിൽ നിന്നെല്ലാം പല അപകടങ്ങളും നമ്മളെ തേടിയെത്തും. അതല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു നന്മയും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട് തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.